ഇന്ത്യക്ക് വേണ്ടിയിട്ട് 2 തവണ വേൾഡ് കപ്പ് നേടിക്കൊടുത്ത ആളാണ് യുവരാജ് സിംഗ്. പക്ഷേ എന്നിട്ടും നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? യുവരാജ് സിംഗിനെക്കാളും കുറച്ചും കൂടെ പോപ്പുലാരിറ്റി കിട്ടുന്നത് ധോണിക്കാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത്. അവിടെയാണ് PR വർക്ക്സിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. കുറേ ചാനൽസ് നിങ്ങൾ കാണുന്നുണ്ടോ? മാർക്കറ്റിംഗ് ചാനൽസ്, ട്രോൾ ചാനൽസ്, പിന്നെ അതേപോലെ ഓൺലൈൻ ന്യൂസ് ചാനൽസ്. അപ്പം ഇതിലൂടെ ഒക്കെ ധോണിയെ പറ്റിയുള്ള മെസ്സേജസ് എപ്പോഴും ഓഡിയൻസിൻ്റെ അടുത്ത് പൊക്കോണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം ധോണി ഒരു പുതിയ ബൈക്ക് മേടിച്ചു, അല്ലെങ്കിൽ ധോണിയുടെ ബർത്ത്ഡേ ആഘോഷിച്ചു, അല്ലെങ്കിൽ ഒരു ഫാൻ മൊമെൻ്റ് ഉണ്ടായി. അങ്ങനെ ധോണിയെ പറ്റിയുള്ള എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ആൻഡ് ധോണിയുടെ ആ ഒരു മാർക്കറ്റിംഗ് ടീം ഈ ഒരു PR വർക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് തന്നെയാണ് മറ്റ് ക്രിക്കറ്റേഴ്സിന് കിട്ടാത്ത ആ ഒരു പോപ്പുലാരിറ്റി ധോണിക്ക് കിട്ടുന്നത്. അപ്പം സെയിം ആണ് ഇൻ ദ കേസ് ഓഫ് എ കമ്പനി. ഇപ്പം നിങ്ങൾക്ക് ഇൻവെസ്റ്റേഴ്സിനെ ഗ്രാബ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടണം. അപ്പോൾ അതിന് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു PR വർക്കാണ്. ബിക്കോസ് PR